Hello everyone, welcome to Supatota, your one-stop solution for everything related to online teaching. സോ നമ്മുടെ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. പ്രീവിയസ് വീഡിയോസ് എല്ലാം ഞാൻ പതിവ് പോലെ തന്നെ പറയുന്ന പോലെ തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കോണ്ടന്റുകളും ടൂൾസുകളും ഒക്കെ നമ്മൾ ത്രൂ ഔട്ട് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ചാനൽ ത്രൂ. അപ്പം ഇന്നത്തെ വീഡിയോ അല്ലെങ്കിൽ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഒരു AI ടൂളിനെ പരിചയപ്പെടുത്തി തരാനാണ്. സോ നമുക്ക് ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ AIയുടെ ഇൻഫ്ലുവൻസ് എത്രയാണെന്നുള്ളതും ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളൊരു അറിവ് നിങ്ങൾക്ക് വേണ്ടി വരില്ല. കാരണം എല്ലാവർക്കും അറിയാം AIയുടെ ഒരു ഇൻഫ്ലുവൻസ് എന്താണ് എന്നുള്ളത്. സോ ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പെർപ്ലസിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു AI ടൂളിനെ കുറിച്ചാണ്. ഓക്കെ, ഇത് ChatGPT പോലെ ജെമിനയെ പോലെ ഒക്കെ ഒരു AI ടൂളാണ്. ഓക്കെ, ഒരുപാട് ടൂൾസുകൾ ഉണ്ടല്ലോ നമുക്ക് ഡിഫറെന്റ് പർപ്പസുകളിൽ. ചില സമയത്ത് നമുക്ക് ChatGPTയിൽ യൂസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരിക്കും, ചില സമയത്ത് നമുക്ക് ജെമിനി ആയിരിക്കും കുറച്ചും കൂടെ നന്നായിരിക്കും. അങ്ങനെ ഒരുപാട് AI ടൂൾസ് ഉണ്ടെങ്കിൽ പോലും AI ടൂൾസ് എന്ന് പറയുന്ന സമയത്ത് ഡിഫറെന്റ് പർപ്പസുകളിലുണ്ട് അല്ലെ. അതിൽ നമുക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്, ഓഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെ ഒരുപാട് AI ടൂൾസ് ഉണ്ട്. ഇത് ChatGPT പോലെ തന്നെ ഒരു ടെക്സ്റ്റ് ജനറേറ്റീവ് AI ടൂൾ ആണെന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചോദിക്കാനും ഒരു ഒതന്റിക് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ അതിൽ നിന്നും കിട്ടാനും വേണ്ടിയിട്ട് ഈ ഒരു പെർപ്ലസിറ്റി മെയിൻ ആയിട്ട് ഇതൊരു ഇന്ത്യക്കാരനാണ്, ഇന്ത്യൻ വംശജനാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. ബട്ട് അമേരിക്കയിലാണ് ആൾ റിസർച്ച് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ പോലും ഇന്ത്യയിലുള്ള ഒരാളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് മെയിൻ ആയിട്ട് കോമ്പീറ്റ് ചെയ്യുന്നത് നമ്മുടെ ഗൂഗിളുമായിട്ടാണ്. ഓക്കെ, അപ്പൊ ഗൂഗിളിന്റെ പ്രത്യേകത എന്താ? ഒരു സെർച്ച് എഞ്ചിൻ ആണ് അല്ലെ. അപ്പൊ ഈ സെർച്ച് എഞ്ചിന് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ സെർച്ച് ചെയ്യാം, നമുക്ക് കുറെ ലിങ്കുകൾ കിട്ടും, വെബ്സൈറ്റുകൾ കിട്ടും, റിസർച്ച് പേപ്പേഴ്സുകൾ കിട്ടും. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ കോണ്ടന്റ്സുകളൊക്കെ നമുക്ക് റീഡ് ചെയ്യാം. ഭയങ്കര ഒതന്റിക് ആയിരിക്കും അല്ലെ, അതിൽ ഭയങ്കര വാല്യൂ ഉണ്ടായിരിക്കും, നമുക്ക് വിശ്വസിക്കാം അല്ലെ. പക്ഷെ ChatGPTയിൽ നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്തു കൊടുക്കുന്ന ടൈപ്പ് ചെയ്യുന്ന സമയത്ത് അതിൽ നമുക്ക് കോണ്ടന്റ് വാല്യൂ അല്ലെങ്കിൽ നമുക്ക് തരുന്ന ആ ഒരു കോണ്ടന്റ് 100% ആക്യുറേറ്റ് ആയിരിക്കണം എന്ന് നിർബന്ധമില്ല. ChatGPT ക്യാൻ മേക്ക് മിസ്റ്റേക്ക്. അതിൽ തന്നെ നമുക്ക് താഴെയായിട്ട് ഒരു ഡിസ്ക്ലൈമർ കൊടുത്തിട്ടുണ്ടല്ലോ. എന്തായാലും ചെറിയ ചെറിയ മിസ്റ്റേക്സുകളൊക്കെ വരും. നമുക്ക് അതിന്റെ ഒതന്റിസിറ്റി എവിടുന്നായി ഈ ഒരു ടേം എടുത്തത് അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക് എടുത്തത്, ഇത് ഏത് സൈറ്റിൽ നിന്നായിരിക്കും ഇവർ എടുത്തത്, ഇതൊന്നും നമുക്ക് അറിയില്ല. പക്ഷെ ഇൻ ദ കേസ് ഓഫ് പെർപ്ലസിറ്റിയിൽ അതാണ് എല്ലാ ടെക്സ്റ്റ് ജനറേറ്റീവ് AI ടൂൾസിൽ നിന്നും എനിക്ക് കുറച്ചും കൂടെ പ്രിയപ്പെട്ടതും എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത്, ഇങ്ങനെ പറയാം, നമുക്ക് ChatGPT പ്ലസ് ഗൂഗിളിന്റെ ഒരു കമ്പൈൻഡ് വേർഷൻ ആണ് സത്യം പറഞ്ഞ പെർപ്ലസിറ്റിയിൽ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കുകയും ചെയ്യാം. അതിനോടനുബന്ധിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് എവിടെ നിന്നാണ് എടുത്തത് എന്നുള്ള ഒരു കാര്യം കൂടെ നമുക്ക് കിട്ടും. ഓക്കെ, സോ ഞാൻ ഒരുപാട് ഇൻട്രോ പറയുന്നില്ല, നമുക്ക് വേഗം തന്നെ പെർപ്ലസിറ്റിയിലോട്ടേക്ക് പോകാം. സോ അതിനായിട്ട് പെർപ്ലസിറ്റി എന്നുള്ളത് നമ്മൾ ടൈപ്പ് ചെയ്യുക തന്നെയാണ് ചെയ്യേണ്ടത് കേട്ടോ. പെർപ്ലസിറ്റി എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് perplexity.ai എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫസ്റ്റ് ഒരു സൈറ്റിൽ തന്നെയാണ് നമ്മൾ കയറേണ്ടത്. അപ്പൊ ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, പെർപ്ലസിറ്റിയുടെ സൈറ്റിലോട്ടേക്ക് കയറുന്നു. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ, എല്ലാ പ്രാവശ്യവും ഞാൻ പറയുന്നത് പോലെ തന്നെ നമുക്കിത് ലോഗിൻ ക്രെഡൻഷ്യൽ, അതായത് നിങ്ങളുടെ ആപ്പിൾ ഐഡിയോ അല്ലെങ്കിൽ ഇമെയിൽ അഡ്രസ്സ് വെച്ചിട്ടോ ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ടോ ഒക്കെ നമുക്കിത് ലോഗിൻ ചെയ്യണം. ലോഗിൻ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം, ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കാം. ക്ലിയർ? അപ്പൊ ഈ ഒരു ഇന്റർഫേസിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒന്നാമത്തത് ഇതിൽ നിന്ന് നമുക്ക് കുറെ ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അല്ലെ. ഇത് നമ്മൾ ChatGPT ഒക്കെ പോലെ തന്നെയാണ്. നമുക്കൊരു ടെക്സ്റ്റ് ബോക്സ് വന്നിട്ടുണ്ട്, ഇവിടെ നമുക്ക് എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാം, ടൈപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ വോയിസ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് ഫയൽ അറ്റാച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ റീഡ് അലൗഡ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ടെക്സ്റ്റ് അലൗഡ് ആയിട്ട് റീഡ് ചെയ്ത് തരും. അങ്ങനെയുള്ള ഓപ്ഷൻസ് എല്ലാം അവൈലബിൾ ആണ്. ആൻഡ് ഇവിടെ നമുക്ക് സെർച്ച് ഓപ്ഷൻ ഉണ്ട്. സെർച്ചിൽ നമുക്ക് വെബിൽ സെർച്ച് ചെയ്യാം, അല്ലെങ്കിൽ അക്കാദമിക്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. ഇതൊക്കെ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഇതിന് കുറെ വേർഷൻസുകളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് GPT-5 ഇതൊക്കെ കാണാം. ഇതൊക്കെ
ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മളുടെ ചാറ്റ് GPT അല്ലെങ്കിൽ ഈ ഒരു പെർപ്ലക്സിറ്റിയുടെ പ്രീമിയം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് നമ്മുടെ മറ്റുള്ള ടെക്സ്റ്റ് ജനറേറ്റ് AI ടൂൾസുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ദാറ്റ് ഈസ് GPT-5 ചാറ്റ് GPT ആയിട്ട് കണക്ട് ചെയ്തിട്ട് അത് രണ്ടും കൂടെ ലിങ്ക് ചെയ്തിട്ട് യൂസ് ചെയ്യാനൊക്കെ പറ്റും. അപ്പൊ ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് അല്ലെങ്കിൽ വേർഷൻസ് നമുക്കറിയാലോ, ഒരുപാട് വേർഷൻസ് ചാറ്റ് GPT തന്നെ ഒരുപാട് വേർഷൻസ് ഉണ്ട് അല്ലെ. അതേപോലെ ഒരുപാട് വേർഷൻസ് ഉണ്ട്, നമുക്കതൊക്കെ എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ആൻഡ് ഈ ഒരു സൈറ്റിൽ നമുക്ക് എന്താണ് പുതിയ ഇവിടെ നിന്ന് ഈ ഒരു ത്രെഡ് എന്ന് പറയുന്നത് പുതിയ ഒരു ചാറ്റാ കേട്ടോ. അപ്പൊ പുതിയൊരു ന്യൂ ചാറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിനാണ് ഈ ഒരു പ്ലസ് ബട്ടൺ കാണുന്നത്. പിന്നെ ഹോമിൽ പോയി കഴിഞ്ഞാൽ ഇതിന് മുതൽ ഇതുവരെയുള്ള എല്ലാ ഞാൻ പെർട്ടിക്കുലറി ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഹിസ്റ്ററി ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇവിടെ എന്തുണ്ട്, ഈ ഒരു ഡിസ്കവറിൽ പോയി കഴിഞ്ഞാൽ ഫോർ യു എന്ന് പറഞ്ഞിട്ട് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഇവിടെ നമുക്ക് ന്യൂസ് ഒക്കെ കാണാൻ പറ്റും. ന്യൂസ് എന്ന് പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഗൂഗിളായിട്ടാണ് എന്ത് ചെയ്യുന്നത്, കോമ്പറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഇപ്പോഴത്തെ ന്യൂസുകൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഇന്ത്യയിലുള്ളത് അല്ലെങ്കിൽ അബ്രോഡ് ഉള്ളത് എല്ലാം നമുക്ക് ഇവിടെ കറക്റ്റ് ആയിട്ട് ന്യൂസ് ഓരോന്നായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. കണ്ടോ, എന്തായാലും കുറെ ന്യൂസുകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കായിട്ട് അവര് എസ്പെഷ്യലി തരുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇതിൽ തന്നെ നമുക്കിത് ഫിൽട്ടർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഫിൽട്ടറിൽ എങ്ങനെയാണ് ടെക് സയൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ക്രിയേറ്റ് ചെയ്യാം. അതല്ല നമുക്ക് ഫിനാൻസ് വേണം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളത് നമ്മളിവിടെ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു കാറ്റഗറി ഓഫ് എന്റർടൈൻമെന്റ് ആണ് നിങ്ങൾക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ. നമ്മൾ കൂടുതലും ടീച്ചിങ് ഫീൽഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലും ടെക് ആൻഡ് സയൻസ് ആയിരിക്കും കൂടുതലും എന്ത് വരുന്നുണ്ടായിരിക്കുക, ആവശ്യം വരുന്നുണ്ടായിരിക്കുക അല്ലെ. അപ്പൊ നമുക്ക് ആ ടൈപ്പ് ന്യൂസ് ഷോ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. എനിവേസ് നമുക്ക് അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിവിടെ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, ഇത് പെർപ്ലസിറ്റിയിൽ എസ്പെഷ്യലി നമുക്ക് ഇതിൽ മാത്രമായിട്ട് തരുന്ന ഒരു ഫീച്ചർ ആണ്. കാരണം വേറെ ഒന്നിൽ ഞാനത് കണ്ടിട്ടില്ല. അപ്പൊ നമുക്ക് ന്യൂസും കാര്യങ്ങളൊക്കെ ഇവിടെ ഇതാക്കാം. പിന്നെ സ്പേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സ്പേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു സ്പേസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ അവിടെ നമുക്ക് പെർപ്ലസിറ്റി തരുന്ന കോണ്ടന്റിന് പകരമായിട്ട് നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്സ് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ റിസർച്ച് പേപ്പേഴ്സോ അല്ലെങ്കിൽ നമ്മളുടെ അടുത്തുള്ള കോണ്ടന്റ്സ് ഒക്കെ നമുക്ക് ഇതിലോട്ടേക്ക് അപ്ലൈ ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം. നമ്മൾ സിമിലർ നമ്മൾ ചാറ്റ് ഗൂഗിളിന്റെ തന്നെ നോട്ട്ബുക്ക് എല്ലാം നമ്മൾ ഈ ഒരു ചാനലിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഏകദേശം നോട്ട്ബുക്ക് എല്ലാത്തിനൊക്കെ പോലെ തന്നെ നമ്മൾ റിസോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ അടുത്തുള്ള റിസോഴ്സ് അല്ലെങ്കിൽ നമ്മൾ അടുത്ത് എന്തൊക്കെ റിസോഴ്സുകൾ ഉണ്ട് അതൊക്കെ കൊടുക്കാം. അതിൽ കൂടുതൽ ആയിട്ട് ആ റിസോഴ്സിനുള്ള കണ്ടന്റും ഇവിടെ കിട്ടും. ഇതിപ്പോ ഞാൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ട് കണ്ട ഇംഗ്ലീഷ് ഗ്രേഡ് 7 ഒരു ബേസിക് ആയിട്ടുള്ളത്. അതിൽ ഞാൻ ടെക്സ്റ്റ് ബുക്സ് ഒക്കെ അതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്തു. എനിക്ക് വേണ്ട നോട്ട്സും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുത്തു. ഞാൻ എൻ്റെ ഒരു സ്പേസ് ഉണ്ടാക്കിയതാണ്. സോ ഈ സ്പേസിന് എനിക്ക് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ സ്പേസിൽ എനിക്ക് ഈ ഒരു കാര്യം മാത്രം ഡിസ്കസ് ചെയ്യാം. അപ്പൊ കുറച്ചും കൂടെ ഒതന്റിക് ആയിട്ടുള്ള ഒരു കാര്യം കിട്ടും. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം. ഇത് പെയ്ഡ് വേർഷൻ ഉണ്ടെങ്കിൽ പോലും ഞാനിപ്പോ നോർമൽ നമ്മുടെ ഫ്രീ വേർഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇത് GPT പോലെ തന്നെ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ജനറേറ്റ് ടൂൾ ആണ്. എനിവേസ് നമുക്ക് ഹോമിലേക്ക് പോവാം. എന്നിട്ട് നമുക്കൊരു പുതിയൊരു ചാറ്റ് എടുക്കാം. ഓക്കെ, ഒരു പുതിയൊരു ചാറ്റ് എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ചോദിക്കാം. നിങ്ങൾക്ക് അറിയാലോ ചാറ്റ് GPT പോലെ തന്നെ ടെക്സ്റ്റ് ജനറേറ്റ് ടൂൾ ആണ്. നമുക്ക് ലെസൺ പ്ലാനിങ്, നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു AI പ്ലാറ്റ്ഫോം നമുക്ക് ആൻസർ തരും. സോ ഞാൻ നിങ്ങൾക്കായിട്ട് ചെറിയൊരു പ്രോംപ്റ്റോടെ അടിച്ചു കൊടുക്കുന്നുണ്ട്. എന്താ പറയാ, ഇത് ഓൾറെഡി നമ്മളിവിടെ പ്രോംപ്റ്റ് അടിച്ചു കൊടുക്കുമ്പോൾ അവിടെ കുറെയൊക്കെ സെർച്ച് നമ്മൾ ഗൂഗിളിൽ കാണുന്നത് പോലെ തന്നെ സെർച്ചിന്റെ ഒരു ഇത് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ ജസ്റ്റ് കൊടുക്കാം, എന്താ ക്രിയേറ്റ് 200 words essay the topics global war. ജസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു വേർഡ്സ് ഞാൻ ഇതൊന്നും നോക്കുന്നില്ല. കറക്റ്റ് ആയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്,
ഓൺ ദ ടോപ്പിക് കേട്ടോ. ഓൺ ദ ടോപ്പിക് ഗ്ലോബൽ വാർമിംഗ് ജസ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ മിസ്റ്റേക്സ് കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. ജസ്റ്റ് ഞാൻ എന്താണ് ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ചിട്ട് ഒരു 200 വേർഡ്സ് എക്സേ തരാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ദാറ്റ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്നൊരു ഇൻട്രോ ഒരു തരാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഒരുപാട് പ്രോംപ്റ്റ് ഒന്നും ഇതിൽ അടിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല കേട്ടോ. അപ്പൊ ദാസ് ഈ കണ്ട ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ചിട്ട് നമുക്ക് എന്താണ് ഒരു എസ്സേ 200 വേർഡ്സ് എസ്സേ എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ. ആൻഡ് ഇതിന്റെ ഒരു പ്രത്യേകത ഞാൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ സെർച്ച് എന്നുള്ള ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, സെർച്ചിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ഇത് എടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഈ ഒരു എസ്സേ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഈ ഒരു എസ്സേ കണ്ടല്ലേ, ഈ ഒരു എസ്സേ ഏതൊക്കെ കണ്ടന്റിൽ നിന്നും എടുത്തതാണ് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് പറയുന്നത് 16 സോഴ്സുകൾ യൂസ് ചെയ്തിട്ടാണ്. ഇതാണ് ഈ ഒരു പെർപ്ലസിറ്റിനെ ChatGPT അല്ലെങ്കിൽ വേറെ ഏതൊരു AI ടൂളിൽ നിന്നും നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു ടൂൾ ആക്കുന്നത്. ഓക്കെ, അപ്പം ഇതിൽ ഏത് കോണ്ടന്റ് കറക്റ്റ് അതിന്റെ ഒതന്റിക് ആയിട്ടുള്ളത് അത് നമുക്കിപ്പം ഇത് ബൈജൂസ് അതുപോലെ ഒരുപാട് സൈറ്റുകൾ വരെ തരുന്നുണ്ട് കേട്ടോ. ഈ സൈറ്റുകളിലൊക്കെ നിന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു സോഴ്സിൽ ഞാൻ സ്പെഷ്യലി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇതിൽ നിന്നൊക്കെയാണ് നമ്മളുടെ ഈ ഒരു കോണ്ടന്റ് തന്നത് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അതെന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിട്ടുള്ള കാര്യമാണ്. കാരണം ഇവിടെ ഒരു ആക്യുറസി ഭയങ്കര വലുതാണ്. ഇതൊരു തെറ്റുണ്ടാവാൻ ചാൻസ് ഇല്ല. കാരണം ഏതൊക്കെ ഈ സൈറ്റുകൾ ഈ പെർട്ടിക്കുലർ സൈറ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം, ഒഴിവാക്കാനുള്ള ഒരു ഓപ്ഷനും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഓൾറെഡി നമ്മളുടെ ഷെയർ ഓപ്ഷനും എക്സ്പോർട്ട് ഓപ്ഷനും അതായത് ഒന്നും കൂടെ ഈ ഒരു കോണ്ടന്റ് മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ കുറച്ചും കൂടെ അത് സിംപ്ലിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് റീറൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. ആൻഡ് പിന്നെ നമുക്ക് ഇവിടെ എന്താണ് ലൈക്കും ഡിസ്ലൈക്കും ചെയ്യാനുള്ളത്, അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പം ഇതെന്ന് പറയുന്ന സമയത്ത് എന്താണ് ആ സോഴ്സിൽ ഇനി അതിലുള്ള ഏതിന്നാണ് എടുത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആൻഡ് അതിന് റിലേറ്റഡ് ആയിട്ട് വേറെ ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്കുള്ള ഒരു ഫോളോ അപ്പ് പ്രോംപ്റ്റ് അവരായിട്ടുള്ളതായിട്ട് ഡിസ്കസ് ചെയ്ത് അവരെ തന്നെ സജസ്റ്റ് ചെയ്ത് തന്ന പ്രോംപ്റ്റ് ആണ് ഇത്. അടിച്ചു കൊടുക്കാമല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് അതിനും വേണ്ടിയിട്ടുള്ള വേറെ ഏതെങ്കിലും ഒരു പ്രോംപ്റ്റ് അടിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള PDFs ഷീറ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓൾറെഡി നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിലുള്ളത് നമുക്ക് ഇതിലോട്ടേക്ക് അറ്റാച്ച് ചെയ്തിട്ട് അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. ഓക്കെ, ഈ ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഇതിന്റെ ഒതന്റിസിറ്റി അല്ലെ, അത് അടിപൊളിയാണ്. അപ്പൊ നമുക്കത് എന്ത് ചെയ്യാം, കുറച്ചും കൂടെ ട്രസ്റ്റ്ഫുൾ ആണ്. നമുക്ക് എന്താണ് നമ്മൾ ടീച്ചേഴ്സ് ആകുന്ന സമയത്ത് സ്റ്റുഡൻസിന് എന്താണ് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് തരുന്ന കണ്ടന്റ് എപ്പോഴും ആക്യുറേറ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പം പെർപ്ലസിറ്റിയിൽ നമ്മളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ അത് നല്ല രീതിയിൽ ആക്യുറേറ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് മറ്റുള്ളതിൽ നിന്നും തരും. ഓക്കെ, നമുക്ക് ഏതിൽ നിന്നാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ എടുത്തിട്ടുള്ളത് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നമുക്ക് എന്തുണ്ടായിരിക്കും, തരുന്നുണ്ടായിരിക്കും കേട്ടോ. പിന്നെ ഇവിടെ സ്റ്റെപ്സ് കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റെപ്സിൽ എന്താണ് ഇത് ഏതിൽ നിന്നാണ് എങ്ങനെയാണ് എന്നുള്ളത് സെർച്ച് ചെയ്തിട്ടുള്ളൊരു ഇതാണ് കേട്ടോ, ഏതൊക്കെയാണ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മളുടെ പെർപ്ലസിറ്റി എന്ന് പറയുന്നത്. അപ്പം ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരിക്കും. നിങ്ങളൊക്കെ ഒന്ന് ഗോ ത്രൂ ചെയ്ത് നോക്കാം. പെർപ്ലസിറ്റിയിൽ ഇനിയും ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഞാൻ എല്ലാ ഫീച്ചേഴ്സും പറയാൻ ഇവിടെ പറ്റാത്തത് കൊണ്ടാണ്, ഒരുപാട് ലെങ്തി ആയി പോകും. അതുകൊണ്ടാണ് നമുക്ക് വേറൊരു വീഡിയോയിൽ ഇതിന്റെ ബാക്കിയുള്ള കുറച്ചും കൂടെ ഫീച്ചേഴ്സും കൂടെ പറയാം കേട്ടോ. എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ടൂൾസിനെ കുറിച്ചിട്ട് പരിചയപ്പെടണം അല്ലെങ്കിൽ അറിയണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റിൽ അറിയിക്കാം. ഓക്കെ, സോ അൺടിൽ ഞാൻ നെക്സ്റ്റ് അടിപൊളി ഒരു ടൂളുമായിട്ട് ഒരു കണ്ടന്റുമായിട്ട് അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. ഓക്കെ, thank you so much. Bye bye.